നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഏറ്റവും നിർണായകമായ സാമ്പത്തിക നയങ്ങളിൽ ഒന്നിനെ കുറിച്ചുള്ള ഇന്നത്തെ സംവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ 2 ചിലർ അമേരിക്കൻ വ്യവസായത്തിന് പുതിയൊരു വിമോചന ദിനം എന്ന് വിളിക്കുന്ന ഈ ദിവസം പ്രസിഡന്റ് ട്രംപ് നിർണായകമായ ഒരു പ്രസംഗം റോസ് ഗാർഡനിൽ നടത്തി. അദ്ദേഹം ഒരു ദേശീയ അടിയന്തരാവസ്ഥ എന്ന് വിളിക്കുന്ന അമേരിക്കയുടെ ദീർഘകാല വ്യാപാര കമ്മികളെ ക്രോണിക് ട്രേഡ് ഡെഫിസിറ്റ് പരിഹരിക്കുന്നതിനുള്ള ഒരു ധീരമായ പദ്ധതി അനാവരണം ചെയ്തു. സാമ്പത്തിക സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ചലനാത്മകത മാറ്റുന്നതിനുമായി അദ്ദേഹം നിർദ്ദേശിച്ച വ്യവസ്ഥകളിലെ കേന്ദ്ര ഘടകം ഒരു സാർവത്രിക അടിസ്ഥാന താരിഫാണ്, യൂണിവേഴ്സൽ ബേസ് ലൈൻ ടാരിഫ്. എന്നിരുന്നാലും ഈ നയം ആഭ്യന്തര ഉൽപാദനവും തൊഴിലവസരവും വർദ്ധിപ്പിക്കുമോ അതോ അന്താരാഷ്ട്ര വിപണിയിൽ അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ? ഇന്ന് രാത്രി ഈ പുതിയ താരിഫിന്റെ എഫക്റ്റ്, അതിന്റെ ഫലപ്രാപ്തി, അപകട സാധ്യതകൾ, സമ്പദ് വ്യവസ്ഥയിൽ അതിന്റെ വിശാലമായ പ്രത്യാഘാതങ്ങൾ എന്നിവ വിശകലനം ചെയ്യും. തുടർന്ന് കമ്മ്യൂണിറ്റി ന്യൂസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ന്യൂസും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ശ്രീ ഷാജൻ, ഇന്നത്തെ നമ്മുടെ റോസ് ഗാർഡനിൽ നമ്മുടെ പ്രസിഡന്റിന്റെ പ്രസംഗത്തിന് ശേഷം എന്താണ് മനസ്സിൽ ആദ്യം തോന്നിയത്? അമേരിക്ക ഈസ് മൂവിങ് ടുവേർഡ്സ് ദ റൈറ്റ് ഡയറക്ഷൻ. ഒരു ശരിയായ ദിശയിലേക്ക് രാഷ്ട്രം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ എക്കണോമിക് പോളിസീസ്, ന്യൂ എക്കണോമിക് പോളിസീസ്, പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങള്, താരിഫ് പരിഷ്കാരങ്ങള് രാജ്യത്തെ ഒരു പുത്തൻ ദിശയിലേക്ക് നയിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട പ്രസിഡന്റ് ട്രംപിന്റെ ലൈവ് പ്രസംഗം ഞാൻ 4 മണി മുതൽ 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഏതാണ്ട് 4:59 അത് അവസാനിച്ചത്. മുഴുവനും ഞാൻ ശ്രദ്ധയോടുകൂടി കേട്ടു. വളരെ പോസിറ്റീവായിട്ട് കഴിഞ്ഞ അനേക വർഷങ്ങള്, ഏതാണ്ട് വളരെ വർഷങ്ങള് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന അമേരിക്കയുടെ ട്രേഡ് റിലേഷൻസിൽ അമേരിക്ക ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് സാധാരണക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സംശയമില്ല. പിന്നെ അതിന്റെ ഒരു മറുഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇതിനുണ്ടാവും. അക്കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഒരു ചെറിയ പെയിൻ ഇല്ലാതെ ഒരു പെർമനന്റ് ഗെയിൻ ഉണ്ടാവുകയില്ല എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ആ നിലയിൽ അതിനെ കാണുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് എനിക്ക് തോന്നിയത്. ഇതിങ്ങനെ നമ്മൾ ഒരു വശം ഇങ്ങനെ കാണുമ്പോഴും മറുവശത്ത് മറ്റുള്ള നാടുകളും നമ്മൾ US-നെ പോലെ തന്നെ താരിഫ് അവരും കൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കും ഇവിടെ സാധാരണക്കാർക്കും ഈ നികുതി അതിനെ ബാധിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അതെങ്ങനെയാണ് ഈ താരിഫ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഇത് എങ്ങനെ നമ്മളെ ബാധിക്കും? ഈ താരിഫിന്റെ ഇൻക്രീസ് എല്ലാ നാടുകൾക്കും യൂണിവേഴ്സൽ ബേസ് ലൈൻ എന്നൊരു 10% കൊടുക്കുകയും പിന്നെ ഓരോ നാടുകൾക്കും അവർ US-ന് ഏർപ്പെടുത്തിയിരുന്ന താരിഫിന്റെ നേർപകുതി താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് US-ലുള്ള സാധാരണക്കാരായ ജനങ്ങളെ അല്ലെങ്കിൽ വ്യാവസായികളെ, ബിസിനസ്സുകാരെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? ജിൻസ് മോൻ. നമ്മുടെ പ്രസിഡന്റ് പുതിയ കൂട്ടുകാരൻ, അത് റഷ്യയിലെ പണ്ട് ഉണ്ടായിരുന്ന ഈ പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്തനോസും, അതായത് ഒരു നല്ല ഉടച്ചു വാർക്കലാണ് ഈ പ്രസിഡന്റ് ഉന്നമിടുന്നത്. പക്ഷെ ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള അമേരിക്കയിലുള്ള ആൾക്കാരെ ഇപ്പം ഈ ഉടച്ചു വാർക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി വരുമെന്നാണ് നമ്മുടെ പ്രസിഡന്റ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ ബിസിനസ് പരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ വളരെ മുന്നിട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പം ഈ ഒരു റിസൾട്ട് ഇപ്പം ഈ അടുത്ത ദിവസം കണ്ടതിൽ $740 ബില്യൺ ആണ് അമേരിക്കയ്ക്ക് ഷെയർ മാർക്കറ്റിൽ നഷ്ടപ്പെട്ടതെന്നുള്ള ഒരു ന്യൂസ് കണ്ടു. അതിൽ കൂടുതലായിട്ട് വരാനാണ് സാധ്യത. പക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുമായിരിക്കും. ഈ നഷ്ടം കൂടാതെ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കും, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി
അതായത് ഭക്ഷ്യ വിഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപ്പോ കടലയോ തേങ്ങയോ മാങ്ങയോ ഒക്കെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമ്പോൾ അതിന് നമുക്ക് എത്ര 26% ടാക്സ് ആണ് എടുത്തത്. അപ്പൊ നമ്മൾ അവിടുന്ന് വരുന്ന പരിപ്പിനും തേങ്ങയ്ക്കും മാങ്ങയ്ക്കും ഇവിടുത്തെ വൈറ്റ് കമ്മ്യൂണിറ്റിയോ വെള്ളക്കാരനൊന്നും തേങ്ങ മാങ്ങയൊന്നും കഴിക്കാൻ കൂടുതലും കഴിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ ഈ സാധനത്തിന്റെ ഈ പ്രൈസ് ഹൈക്ക് ആരാണ് അനുഭവിക്കുന്നത്? ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇവിടെ അമേരിക്കൻ വിപണിയിൽ ഇറങ്ങുന്ന, അമേരിക്കൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ എക്യുപ്മെന്റ്സിന് ചാർജ് ചെയ്തിട്ടുണ്ട്, താരിഫ് കൂട്ടിയിട്ടുണ്ട്, എല്ലാ ഉപകരണങ്ങളും കൂടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പല വണ്ടികൾക്കും അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് അതിന്റെ നമ്മൾ കോമ്പണൻസിന്റെ ഒരു ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ, അതായത് മെക്സിക്കോയിൽ നിന്ന് വരുന്ന പാർട്സ് 40% അല്ലെങ്കിൽ 35%, കാനഡയിൽ നിന്ന് അതിന്റെ പാർട്സ് അതിന്റെ വരുന്നത് ഒരു 40%, 35%, അമേരിക്കയിൽ നിന്ന് വരുന്ന 15-16% ഉള്ളൂ. ടെക്നിക്കലി ഇവിടെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന കാറുകൾക്ക് നമ്മൾ കൂടുതലും പ്രത്യേകിച്ച് നമ്മൾ ഏഷ്യൻസ് മലയാളികളൊക്കെ നമ്മൾ ജപ്പാൻ കാറുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിന് നമ്മൾ പറയുന്ന ഒരു ലോജിക്ക് എന്ന് വെച്ചാൽ റീസെയിൽ വാല്യൂ, പിന്നെ അല്ലെങ്കിൽ ജർമ്മൻ കാറുകൾ നമുക്ക് പ്രിയമുള്ള ഇപ്പം BMW, ബെൻസ്, ഞാനൊരു ആവറേജ് ആൾക്കാരുടെ ഒരു രീതിയാണ് പറയുന്നത്. ഇതിനെല്ലാം വില കൂടും, നല്ല രീതിയിൽ വില കൂടും. പക്ഷെ ഇത് ഇവിടുത്തെ ഓട്ടോമൊബൈൽ വ്യവസായത്തെ വലിയ രീതിയിൽ ഉത്തേജിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ റിസൾട്ട് എത്ര പെട്ടെന്ന് വരും എന്നുള്ളതും ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപിന്റെ ഈ തീരുവ ചുമത്തി താരിഫുമായിട്ടുള്ള ബാർഗെയിനിങ് ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഈ രീതി രാഷ്ട്രീയപരമായിട്ട് എത്രമാത്രം വിജയത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പല ആൾക്കാരും സംശയം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊരു ഡെമോക്രാറ്റുകൾ മാത്രമായിട്ട് തുടങ്ങി വെച്ച താരിഫുകളല്ല. അമേരിക്കയുടെ ഒരു പ്രോസസ്സ്, ഇവിടുത്തെ ഒരു സിസ്റ്റം വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡയലോഗിൽ കൂടെ ഇതില് കോൺഗ്രസിലും സെനറ്റിലും ഒക്കെ ചർച്ച ചെയ്താണ് ഈ താരിഫുകളൊക്കെ പ്രഖ്യാപിച്ചത്. അപ്പൊ ഇത് പൊതുവെ ഇപ്പം പറ്റിഷ ചോദിച്ച ചോദ്യത്തിന് വളരെ ചെറുതായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ താരിഫ് യുദ്ധം അമേരിക്കയ്ക്ക് ഈ പെട്ടെന്നുള്ള രീതിയിൽ ക്ഷീണം വരുത്താനാണ് സാധ്യത. ചില നെഗോഷിയേഷൻ ടാക്ടീസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അത് ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ആ കാര്യത്തിലൊക്കെ വളരെ എക്സ്പേർട്ടാണ്. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിത നിലവാരത്തിൽ വലിയ ചെലവ് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റ് രാജ്യങ്ങളെയും അപ്പൊ അത് ബാധിക്കില്ലേ? ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ അത് ബാധിക്കില്ലേ? ഞാൻ പറയുന്നത് ട്രംപ് ഒരു റെസിപ്രോക്കൽ താരിഫ് ചുമത്തുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളെ ബാധിക്കും. ചൈന ഈ സാധനം എല്ലാം കൂടെ എവിടെ കൊണ്ട് ഡംപ് ചെയ്യും? ചൈനയ്ക്ക് സാധനം അല്ല, നമുക്ക് നമ്മള് ചൈനയുടെ പ്രോഡക്റ്റ്, ഒരു സെക്കൻഡ്, ചൈനയുടെ പ്രോഡക്റ്റ് നമുക്ക് അവിടുത്തെ പ്രോഡക്റ്റുകൾ ഇല്ലാതെ ഈ മാനുഫാക്ചറിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിയർ ഫ്യൂച്ചറിൽ. പക്ഷെ നമുക്കിപ്പോ ഒരു റിസഷൻ ഇപ്പൊ ഈ ട്രംപിന്റെ ഒരു പീരീഡിൽ ഒരു റിസഷൻ വന്നു. ഈ റിസഷൻ ഒരു 2 വർഷം 3 വർഷം നിലനിൽക്കുമല്ലോ. ആ ഒരു പീരീഡ് ആൾക്കാരുടെ സഫറിങ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് എടുത്ത് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ, അത് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് അത് മാത്രമല്ല, ഇപ്പൊ വാഹന ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ജിൻസ്വാൻ പറഞ്ഞത്. വാഹന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 40% വരുന്ന മെക്സിക്കോയിൽ നിന്നാണ് ഇതിന്റെ പാർട്സ് എങ്കിൽ 40% വരുന്നത് കാനഡയിൽ നിന്നാണ് പറഞ്ഞത്. ഈ 40% സാധനം വന്നില്ല എങ്കിൽ അവിടെ എങ്ങനെ നിർമ്മാണം നടക്കും? ഇപ്പം ഉദാഹരണത്തിന് ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് കാരണം BMW-ന്റെയും ബെൻസിന്റെയും ഒക്കെ വില കൂടിയെന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ എന്നാൽ ഞാനൊരു ഫോർഡിന്റെ വണ്ടി മേടിച്ചേക്കാം എന്ന് തീരുമാനിച്ച് പോകുന്നയാൾക്കും അവിടെ ആ ഫോർഡിന്റെ വാഹനത്തിനും വില കൂടും. കാരണം ഇതിന്റെ പാർട്സ് എത്തിക്കൊണ്ടിരിക്കുന്നത് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നാണ്. ഇതിലൊരു താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ആസാദ്, അത് ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത് ഈ പ്രൊഡക്ഷൻ നടത്തി വെച്ചിരിക്കുന്ന ഈ സാധനം എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ ഒരു 100,000 pound ഓഫ് റൈസ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റൂ ഇതെല്ലാം കൂടെ? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമല്ല, നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞുള്ളതാണല്ലോ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൊമസ്റ്റിക് യൂസ് കഴിഞ്ഞുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് വിടുന്നത്. അപ്പൊ ഈ സാധനം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ചോദിക്കുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വിദേശ രാജ്യങ്ങളിൽ കെട്ടിക്കിടന്നാൽ ഇത് അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാതെ ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ? അതാണ് ഞാൻ പറയാൻ വരുന്നത്. പുതിയ ഒരു ബിസിനസ് ക്രമം ലോകത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു ബിസിനസ് അച്യുതൻ ഇപ്പോൾ ഏകദേശം ഈ ബിസിനസ്സുകളെല്ലാം നടക്കുന്നത് ഡോളറിന്റെ ബേസിലും അമേരിക്കയെ കേന്ദ്രീകരിച്ചുമാണ്. അമേരിക്കയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ബിസിനസ്സുകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിഭജിച്ചു പോകാനുള്ള
കാര്യം ഒരു സാധ്യതയുണ്ട്. അതായത് പുതിയ വിപണികൾ രാജ്യങ്ങൾ തേടുന്ന, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ വെനിസ്വേല പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മൂന്നാം ലോക രാജ്യങ്ങൾ, ഇപ്പോൾ ഈ ട്രംപ് ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളൊക്കെ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്ന കാലം വിദൂരമല്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു കാലക്രമേണ അവർ സ്വയം പര്യാപ്തത നേടാനും പോലും, ഇപ്പൊ കാനഡയുടെ കാര്യം ഉദാഹരണത്തിന്, കാനഡയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അത് ഇവിടെ ഒരു റിഫൈനറി ഇല്ല. അതിന് ഒരു റിഫൈനറി എന്ന് പറയുന്നത് ഇവർ സഹോദര രാജ്യം എന്നുള്ള രീതിയിലാണ് ഇത്രയും കാലം അമേരിക്കയെ കാനഡ കണ്ടിരുന്നത്. അപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ നിന്ന് ഒരു ബാരൽ ക്രൂഡ് അങ്ങോട്ട് തരും, അമേരിക്കയിലേക്ക് തരും. അവിടെ തന്നു കഴിയുമ്പോൾ അവിടെ $4 ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ബാരൽ ക്രൂഡ് തരുന്നത്. ആ ക്രൂഡ് തന്ന് അത് റിഫൈൻ ചെയ്ത് തിരിച്ച് കാനഡ തിരിച്ചു മേടിക്കുന്നത് $15. അപ്പോൾ ഉണ്ടാകുന്ന ആ $11 ഡിഫറൻസ് ഒരു ബാരലിൽ ഉണ്ടാകുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ കാനഡയെ സംബന്ധിച്ചൊരു നഷ്ടമാണ്. ഇവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നുള്ള രാഷ്ട്രീയം, ആ ഒരു രാഷ്ട്രീയം ഒക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു റിഫൈനറിക്ക് ഇവർ അനുമതി കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു റിഫൈനറി ഇവിടെ വന്നാൽ, ഉടനെ വരുമെന്നല്ല പറയുന്നത്, ഒരു 3-5 വർഷം ചിലപ്പോൾ എടുക്കും, അല്ലെങ്കിൽ ഒരു 10 വർഷം എടുക്കും. പക്ഷെ അങ്ങനെ ഒരു റിഫൈനറി ഇവിടെ വന്നാൽ കാലക്രമേണ ഈ രാജ്യം സ്വയം പര്യാപ്തത നേടും ഈ കാര്യത്തിൽ. അപ്പൊ US ഡിപ്പെൻഡ് ചെയ്യേണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതേ കാര്യം തന്നെ ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ US എക്സ്പോർട്ട് ചെയ്യുന്നു. വേണ്ട, ഞങ്ങൾക്ക് എക്സ്പോർട്ട് വേണ്ട, നിങ്ങൾ താരിഫ് ഏർപ്പെടുത്തി വേണ്ട. ട്രംപിന്റെ ഇനാഗുറൽ സ്പീച്ചിൽ തന്നെ ട്രംപ് പ്രത്യേകം എടുത്തു പറഞ്ഞാണ് കാനഡയായിട്ടുള്ള റിലേഷൻ. നിങ്ങളുടെ പൗൾട്രി, നിങ്ങളുടെ പാല് ഞങ്ങൾക്ക് വേണ്ട, പാൽ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ മുട്ട ഞങ്ങൾക്ക് വേണ്ട, പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ സാധനം, ഞങ്ങളുടെ ഓട്ടോമൊബൈൽ പോലെയുള്ള സാധനങ്ങൾ അവിടെ വിൽക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഇപ്പൊ കാനഡയും ഇപ്പം ബ്രിട്ടനും ഒക്കെ എന്ന് വെച്ചാൽ ബെനിഫിറ്റ് സ്റ്റേറ്റുകളാണ്, കാരണം ഒത്തിരി സർവീസ് കൊടുക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഡ്രോബാക്കും നമുക്കറിയാം. നമുക്കിപ്പോ അമേരിക്കയിൽ കിട്ടുന്ന പോലെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ അത് എത്ര കാലം കാത്തിരുന്നാലാണ് അവിടെ കിട്ടുന്നത്, പക്ഷെ നമ്മൾ കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ട്രംപിന്റെ ഓഫർ തന്നെയുണ്ട്. 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് നിങ്ങൾ വന്നാൽ നിങ്ങളെ ജനങ്ങളുടെ നികുതി ഭാരം ഞാൻ കുറയ്ക്കുമെന്നൊക്കെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം ഈ ട്രംപിന്റെ ഈ ആദ്യത്തെ നടപടിയിൽ നിന്ന് തന്നെ നമുക്ക് വന്നൊരു കാര്യം പറയാം. ഇവിടെ 5 ഡസൻ മുട്ടയ്ക്ക് ഏതാണ്ട് $6-7 എങ്ങാണ്ട് ഉണ്ടായിരുന്ന ആ ഒരു സാധനം അത് $32, എത്രയും 400 ഇരട്ടിയിലേക്ക് വന്നു. ഇപ്പൊ അത് കുറച്ചുകൂടെ കുറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എല്ലാ ഈ സൂപ്പർ ഷോപ്പിംഗ് മാളുകളിലും അവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ദിസ് ഈസ് ഫോർ യു, എലക്ട് ഫോർ ട്രംപ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് താൽക്കാലികമായി വിലക്കയറ്റം ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ അമേരിക്ക അത് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രംപ് കയറിയപ്പോഴല്ലോ ജിൻസ് മുട്ടയുടെ വില കൂടിയത്. ഇവര് there was millions of chickens were killed. ഈ ബൈഡൻ ഇരിക്കുന്ന സമയത്ത് തന്നെ അല്ല ബേഡ് ഫ്ലൂ ആണ് എന്നൊരു ഇതുണ്ട്. പക്ഷെ ബേഡ് ഫ്ലൂ മാത്രമല്ല, നമ്മൾ ഈ ഫാമുകളിൽ നിന്ന്, കാരണം നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ ഫാമുകളിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇല്ലീഗൽസ് ആണ്, എക്സ്പെഷ്യലി മെക്സിക്കൻസ് ആണ്. അവരെയൊക്കെ വളരെ കൂട്ടത്തോടു കൂടി പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ ഫാമുകൾ പലതും കാലിയായി. കാരണം അവിടുന്ന് മുട്ട പിക്ക് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല, ലേബർ ഷോർട്ടേജ് ഉണ്ട്. അതൊരു കാരണമാണ്. അതാണ് മെയിൻ പോയിന്റ്. അത് ബേഡ് ഫ്ലൂവിന്റെ പെടലിക്ക് വെച്ചു എന്നുള്ളതാണ്. ബേഡ് ഫ്ലൂവിന്റെ അല്ല ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ്. അതായത് ഇവിടെ ഞങ്ങൾ US കൊണ്ടുവരാം, US നമ്മൾ ഇതെല്ലാം നിർമ്മിക്കും, നമ്മളിവിടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മേക്ക് ഇൻ US, അല്ലെങ്കിൽ നമ്മളിവിടെ ഇതെല്ലാം ചെയ്യും എന്ന്. പക്ഷെ ആര് ചെയ്യും? ഈ അടിസ്ഥാന തൊഴിൽ മേഖല അല്ല, അടിസ്ഥാന തൊഴിൽ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഇങ്ങനെയുള്ള ആളുകൾ, അവരെല്ലാം തിരിച്ചു വരാം. പക്ഷെ അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ട്രംപ് ജനുവരി 20-ാം തീയതി ഇവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് മാർച്ച് 20-ാം തീയതി വരെ ആകെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അക്കോർഡിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ 100,000 ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ് പറഞ്ഞയച്ചെന്ന് പറയുന്നു. പക്ഷെ ഐസിന്റെ അക്കോർഡിംഗ് ടു ഐസ്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റിന്റെ റെക്കോർഡ് പ്രകാരം അത് അത്രയും നമ്പേഴ്സ് ഇല്ലെന്നാ പറയുന്നത്. നമ്മള് ബൈഡന്റെ 57,000 മാത്രം, അതായത് 70,000 താഴെയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് ലാസ്റ്റ് ഇയറിൽ മാത്രം അവർ അയച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് 271,000 ഇല്ലീഗൽ ഇമിഗ്രേഷൻ പീപ്പിളിനെയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ പീപ്പിൾ ആണ് ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബൈഡന്റെ കാലത്താണ് ഇപ്പോ നമ്മളുടെ പ്രസിഡന്റ് ട്രംപിന്റെ കാലത്തിനേക്കാളും കൂടുതൽ
ഡിപ്പോർട്ടേഷൻ നടന്നിരിക്കുന്നത് ഇപ്പൊ. അതായത് ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇപ്പൊ നമ്മളിപ്പോ കൊട്ടിഘോഷിച്ച് ഇവരിത് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ബൈഡന്റെ കാലത്താണ് ഇപ്പൊ നടന്നതിനേക്കാളും. ഇനി നടക്കാൻ സാധ്യത ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴീ ട്രംപ് കാണിക്കുന്ന ഈ ഒരു അതായത് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ പുറത്താക്കും, ആ ഒരു ഇമേജ് ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് കയറാനോ ഇല്ലീഗലായിട്ട് വരാനോ താല്പര്യപ്പെടുന്ന ഒരാളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്യുകയാണെന്ന് മൊത്തത്തിൽ ചെയ്യല്ല. പക്ഷെ എന്നാൽ ഇനി ഒരാൾ ചെയ്യാൻ മുതിർന്നാൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് കൃത്യമായി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ള ഇല്ലീഗലായിട്ട് ഇമിഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. 3.5 ലക്ഷത്തോളം വരുന്ന ആളുകളോട് സ്വമേധയാ പോയിക്കോളാൻ പറഞ്ഞേക്കുക. സെൽഫ് ഡീപ്പോർട്ടേഷൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ പ്രോപ്പർ ചാനലിൽ കൂടെ അസൈലം സീക്ക് ചെയ്തോ, നമ്മൾ പ്രോപ്പർ ആയിട്ട് വെറ്റ് ചെയ്ത് തരാമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പറഞ്ഞേക്കാണ്. ഞാൻ ചോദിക്കുന്നത് അതിൽ കൂടുതൽ എന്ത് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുക? അല്ല ഷാജൻ, അതിന്റെ അകത്തൊരു വിഷയമുണ്ട്. നമ്മളിത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഗെയിം ആണെന്നും ഇത് ചില മെസ്സേജുകൾ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാനാന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ആ ലെവലിൽ നിന്നൊക്കെ പോയില്ല. അല്ലല്ല, ഈ ഡിപ്പോർട്ടേഷനൊക്കെ ഇതൊക്കെ വേറെ ലെവലിൽ പോയി. ട്രംപ് ഒരു പെർസെന്റേജ് ഓഫ് ഒരു ഗ്രൂപ്പിനെ പുള്ളിയുടെ വോട്ട് ബാങ്ക് ആയിട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് ബാങ്ക് ഇതിന്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്നും ഇപ്പൊ നമ്മൾ പറയാം അമേരിക്കയുടെ ഒരു പ്രഖ്യാപിത ശത്രുവാണ് റഷ്യ. അമേരിക്ക ഇത് കാലാകാലങ്ങളായിട്ട് ഇപ്പം ഡെമോക്രാറ്റുകളോ റിപ്പബ്ലിക്കനോ പാർട്ടി ഏത് മാറി വന്നു കഴിഞ്ഞാലും റഷ്യയുമായിട്ട് ഈ ഒരു കിടമത്സരം ഉണ്ടായിരുന്നു. പക്ഷെ ട്രംപ് അവിടെ പോയി ആ സൗഹൃദമൊക്കെ സ്ഥാപിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് അമേരിക്കക്ക് കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾ മാത്രം കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനും കൂടെ കൂടി നല്ലൊരു ബിസിനസ്സുകാരന് നല്ലൊരു രാഷ്ട്രീയക്കാരനായി എത്രമാത്രം മാറാൻ പറ്റും എന്നുള്ളൊരു വലിയ ചോദ്യം ഇപ്പൊ ഉയർന്നു വരുന്നുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റും. ഒരു കാര്യം കൂടി ഇതിനകത്ത് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഏറ്റവും ഒന്നും അറിയാതെ നിന്നിരുന്ന ഇന്ത്യക്ക് നല്ല പണി കിട്ടുന്നുണ്ട്, നല്ല പണി. അത് വളരെ സൈലന്റ് ആയിട്ട് മാരത്തൺ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പം ഇന്ത്യയില് നമ്മള് BJP-കാർക്കൊക്കെ ട്രംപിനെ എത്രമാത്രം ഇപ്പൊ ഇവിടെയുള്ള രജിസ്റ്റേർഡ് റിപ്പബ്ലിക്കൻസിന് പോലും അത്രയും സപ്പോർട്ട് ചെയ്യേണ്ട വരുന്നിട്ടില്ല BJP-കാർക്ക് ഇത്. കാരണം ഒന്നും പറയാനും പറ്റിയല്ല, അതുപോലെയുള്ള പണി. കാരണം ഈ പണി ഇനിയും വരും. അതായത് ഇത് വളരെ സൗഹൃദത്തില്, കാരണം പുള്ളി ഓരോ വാക്ക് പറയുമ്പോൾ എന്റെ ഫ്രണ്ടാണ്, വളരെ അടുത്ത സൗഹൃദമാണ്, എന്നെ വിസിറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഓരോ തവണയും ആ താരിഫ് കൂട്ടി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പൊ ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ 150% താരിഫൊക്കെ ഒരു റെസിപ്രോക്കലായിട്ട് വെക്കേണ്ട ഒരു താരിഫ് റേറ്റ് അല്ല. ആ റേറ്റിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ കൂടിയും ഈ ചിരിച്ചുകൊണ്ട് നമുക്കിട്ട് പണി തരിക എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന് പറഞ്ഞ ഒരു പണി ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനോട് ചേർത്തുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പൊളിറ്റിക്കലി ശത്രുക്കളായിരുന്ന പല രാജ്യങ്ങളും ഈ ഒരു ട്രംപിന്റെ ഈ ഒരു താരിഫ് ഇഷ്യൂ വന്നപ്പോഴത്തേനും അവരെല്ലാരും കൂടെ ചേർന്ന് നിന്ന് ഇതിനെ എങ്ങനെ എതിർക്കാം, ഇതിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാന്നുള്ളതിന് ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. അതായത് ജപ്പാൻ, സൗത്ത് കൊറിയ, ചൈന, ഇവര് 3 പേരും അവിടെ ചേർന്നുകൊണ്ട് ഇതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച നടന്നതായി, അതായത് അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടന്നതായിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അത് എത്രത്തോളം ഇപ്പോ നമ്മുടെ ആസാദ് പറഞ്ഞതുപോലെ ഈ വ്യാപാര ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ ആ ഒരു സ്റ്റൈല് മാറി മറിയാനുള്ള ലോകത്തിന്റെ ഒരു ഇത് മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രനാളും എല്ലാം ഡോളറിലും അല്ലെങ്കിൽ ഇത്രനാളും എല്ലാം US-നെയും ബേസ് ചെയ്തുകൊണ്ട് ഇരുന്ന ഒരു വേൾഡ് ബിസിനസ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിരുന്ന സാധനം അത് യൂറോപ്പ് യൂണിയനിലും കൊടുത്തിട്ടുണ്ട് അവർ പണി. അതായത് 20% യൂറോപ്പ് യൂണിയനും ചുമത്തിയിട്ടുണ്ട്, UK-ക്ക് ചുമത്തിയിട്ടുണ്ട്, എല്ലായിടത്തും ചുമത്തിയിട്ടുണ്ട്. ഇവരെല്ലാരും കൂടെ മാറി ചിന്തിക്കാൻ അധിക സമയം വേണമെന്നില്ല. ഇവരെല്ലാരും അങ്ങോട്ടേക്ക് മാറാൻ അധിക നേരം വേണമെന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഷാജിന്റെ അഭിപ്രായം ഇതിനോ എന്താണ് ഷാജിന് പറയാനുള്ളത്? ഈ യുഎസിനെ സംബന്ധിച്ചിടത്തോളം US ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കൺസ്യൂമർ മാർക്കറ്റാണ്. അക്കാര്യത്തിൽ സംശയമില്ല. മുമ്പേ ആസാദ് കാറിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് നോക്കി, ഇവിടെ ടൊയോട്ടയോ BMW ബെൻസോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ ആളുകൾ അമേരിക്കൻസ് യൂസ് ചെയ്യുന്ന കാറുകൾ കാഡിലാക്കും, പിന്നെ ഫോർഡും, പിന്നെ GMC-യും ജീപ്പും ഡോഡ്ജും ഇഷ്ടംപോലെ കാറുണ്ടെന്നേ. ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. ഈ ഫിലഡൽഫിയയിൽ കാർഡോൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു.
പെൻസിൽവേനിയയിൽ ജിൻസിന് അറിയായിരിക്കും, ഫിലഡൽഫിയയിൽ പണ്ട് കാലത്ത് വന്ന മലയാളികൾ, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് വന്ന അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് മുഴുവൻ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ആളുകൾക്കെല്ലാം ജോലി കൊടുത്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു കാഡോൺ. കാഡോൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാറുകൾ, അതായത് ഇടിച്ച് നമ്മള് പോകുന്ന കാറുകൾ, ടോട്ടൽ ചെയ്യുന്ന കാറുകൾ ജങ്ക് യാർഡിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ പാർട്സ് മുഴുവൻ എടുത്ത് റീസൈക്കിൾ ചെയ്ത് ആ സാധനം ബ്രാൻഡ് ന്യൂ ആക്കി മാർക്കറ്റിൽ എത്തിക്കുക. ചൈനയും മെക്സിക്കോയും ഒക്കെ പ്രൊഡക്ഷനിലേക്ക് വന്നതോടുകൂടി ആ പുള്ളിക്ക് ആ സ്ഥാപനം പൂട്ടേണ്ട വന്നു. മുമ്പേ ഞാൻ ആസാദ് പറഞ്ഞില്ലേ നമുക്ക് സാധനം എവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞില്ലേ. ഒരു ഡെഫിനറ്റ്ലി ഇതിനൊരു എഫക്റ്റ് ഉണ്ട്, ഷോർട്ട് ടേമോ അല്ലെങ്കിൽ ഒരു ലോങ് ഷോർട്ട് ടേം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാമോ. ചില വർഷങ്ങളത്തേക്ക് തീർച്ചയായിട്ടും ഒരു എഫക്റ്റ് ഉണ്ടാകും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ വീണ്ടും ഞാൻ പറയുന്നു, ലോക രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് നടത്താതെ ഇവർക്ക് ആർക്കും മുൻപോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. കാരണം അത്രമാത്രം കൺസ്യൂമർ മാർക്കറ്റാണ് US. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കൊച്ചി കേരളത്തിൽ നിന്നുള്ള എത്ര കമ്പനികൾ, ഡെയിലി ഡിലൈറ്റ്, വിശ്വാസ്, ആശീർവാദ് തുടങ്ങി എത്ര കമ്പനികൾ, ഷാജാദ് 1000 കോടി രൂപയ്ക്ക് മേളിൽ ടേൺ ഓവർ ഉള്ള ഒരു 75ഓളം കേരള കമ്പനികൾ തന്നെ അമേരിക്കയിൽ മാർക്കറ്റിലുണ്ട്. 1000 കോടിക്ക് മേളിൽ ടേൺ ഓവർ ഉള്ള കമ്പനി. പക്ഷെ അല്ലല്ല, ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 25%, 24% കൂടുമ്പം 4/1 വില കൂടി. ഈ ടാക്സ് നമുക്ക് അവിടെ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ ടാക്സ് കൊടുക്കുന്നത് ഇത് എവിടെ വരുന്ന കൺസ്യൂമർക്കാണ് വരുന്നത്. അതാണ് പറഞ്ഞത് ഇമ്മീഡിയറ്റ് എഫക്ട് എന്ന് പറയുന്നത്. അതാണ് മൊത്തത്തിൽ ആ റേഷ്യോ. അത് തീർച്ചയായിട്ടും $20 കൊടുക്കുന്ന ഒരു ബാഗ് റോയൽ ബസ്മതി ഇപ്പൊ $20 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന അരിക്ക് അതിന്റെ 25% പറയുമ്പോഴത്തേക്ക് 25 രൂപ ആവും. അത് നമ്മള് ഷോർട്ട് ടേമിലേക്ക് നമ്മളത് ബെയർ ചെയ്യേണ്ടി വരും, അല്ലാതെ പറ്റില്ല. അല്ല, അതിനനുസരിച്ച് സാമ്പത്തികം അല്ലെങ്കിൽ ഇൻകം വർദ്ധിക്കുന്നുണ്ടോ ഒരു അമേരിക്കക്കാരന്റെ? അവിടെയാണ് ഞാൻ പറയാൻ വരുന്നത്. ട്രംപ് ഇന്ന് പറയാം 1913 ഇൻകം ടാക്സ് എന്ന് പറയുന്ന സാധനം US കൊണ്ടുവരുന്നത്. 1913. ദിസ് ഈസ് ദ പോളിസി. ഓക്കെ, ഈ പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പുള്ളിയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾ ദീസ് ഇയേഴ്സ് ടാക്സ് പേയേഴ്സ് വെർ പേയിങ്. ഈ ഫ്യൂച്ചർ ഗോൾ എന്ന് പറയുന്നത് ഫെഡറൽ ഇൻകം ടാക്സ് സ്ലോലി കട്ട് ചെയ്ത് ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂച്ചർ ഗോൾ. ഞാനൊരു കാര്യം പറയാം, സിമ്പിൾ ആയിട്ട് പറയാം. ഒരു $200,000 ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് $20,000 മേളിൽ ഫെഡറൽ ടാക്സ്, മെഡിക്കെയർ, സോഷ്യൽ സെക്യൂരിറ്റി ഒന്നുമല്ല, ജസ്റ്റ് ഇൻ ഫെഡറൽ ടാക്സ്. $200,000 ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ $20,000 ടാക്സ് കൊടുക്കും. രണ്ട് ഇപ്പം പറയാം 100,000 200,000 ഉണ്ടാക്കുന്ന മിനിമം ഒരു 50,000 24,000 അല്ലേ സ്ലാബ് തന്നെ വരുന്നത്. അത് അപ്പൊ അത് സ്ലാബ് അനുസരിച്ച് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഷാജൻ ഇതിന്റെ അകത്തൊരു കാര്യം ആലോചിക്കണം. ട്രംപിന്റെ ആദ്യ ഭരണത്തിൽ വന്നപ്പോ നമുക്ക് ടാക്സ് റിട്ടേണിൽ കൊടുക്കുന്ന അതിന്റെ സീലിംഗ് അവര് 10,000 രൂപ എന്നുള്ളത് അൺലിമിറ്റഡ് ആയിട്ടുള്ള നമ്മൾക്ക് ഒരു സീലിംഗ് വന്നപ്പോ തന്നെ ഒരു മിഡിൽ ക്ലാസ്, അതായത് 200 ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അതിന്റെ അകത്ത് തന്നെ ഒരു 10,000-30,000 രൂപയുടെ ഡിഫറൻസ് വന്നു. അതായത് മിഡിൽ ക്ലാസിനെ നന്നായിട്ട് ബാധിച്ചു. പുള്ളിയുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാക്സ് റിട്ടേണിൽ, അതായത് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിന് 10,000 രൂപ സീലിംഗ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു 15,000 രൂപ ടാക്സ് കൊടുക്കുന്ന ഒരു വീടിന് നമ്മൾ ടാക്സും ഇൻഷുറൻസും ക്ലെയിം ചെയ്യാമായിരുന്നല്ലോ. പിന്നെ നമ്മുടെ മറ്റുള്ള ചാരിറ്റികളും എല്ലാം ക്ലെയിം ചെയ്യാം, അൺലിമിറ്റഡ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് ആരെയാണ് ബാധിച്ചത്? മിഡിൽ ക്ലാസിനെയാണ്. നമ്മൾ പറയും ഇവിടുത്തെ വർക്കിംഗ് ക്ലാസിനെയാണ് ബാധിച്ചത്. അതുപോലത്തെയുള്ള ഈ വക നിയമങ്ങൾ എത്രമാത്രം സാധാരണക്കാരനായിട്ടുള്ള അമേരിക്കയിലെ മിഡിൽ ക്ലാസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തീരുമാനം ഇപ്പൊ നമുക്ക് ഈ 2 മാസം 3 മാസം കൊണ്ടൊന്നും അറിയാൻ പറ്റിയല്ല. അതുകൊണ്ട് അല്ല, ഞാനിപ്പോ എന്റെ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് പെട്ടിഷമാൻ പറഞ്ഞതിന്റെ പോയിന്റും, ഒന്ന് ഇപ്പൊ ജിൻസേട്ടൻ പറഞ്ഞതിന്റെ പോയിന്റിനെ കൂടെ ബേസ് ചെയ്തുള്ള 2 പോയിന്റ്സാണ്. ഒന്ന്, ലോകത്തിൽ വേറൊരു സാമ്പത്തിക അച്ചുതണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് പണ്ട് നമ്മുടെ കുറച്ചു നാൾ മുമ്പ് ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്തൊരു രൂപ ഇറക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ഇന്ത്യയും ചൈനയും റഷ്യയുടെ മധ്യസ്ഥതയിൽ ഒന്നായാൽ ഒരു ട്രയോ സ്റ്റേറ്റ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഏഷ്യയിലെ എന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അച്ചുതണ്ട് അതായി മാറും. ചൈന
ഈ ട്രംപ് ഏർപ്പെടുത്തുന്ന ഒരു താരിഫും ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തരത്തിലും ബാധിക്കില്ല. ദാറ്റ്സ് എ $1 ട്രില്യൺ എക്കണോമി. അതിനെ ഒരു തരത്തിലും ബാധിക്കില്ല. സൈഡിൽ കൂടെ ഒരു കാറ്റ് വീശുന്ന പോലെ പോലും വരില്ല. അതുപോലെ റഷ്യ, ഇന്ത്യ, ഈ 3 ട്രയോസ് ഒരുമിച്ച് വന്നൊരു കറൻസി ഉണ്ടാവുന്ന ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടാവുമെന്നല്ല പറയുന്നത്, ഇതിനൊരു സാഹചര്യം ഉടലെടുത്ത് വന്നാൽ ഈ പറയുന്ന അമേരിക്കൻ ഡോളർ ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവോ? അതുപോലെ തന്നെ ഇപ്പോൾ ഈ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ്, ഇപ്പൊ കാനഡയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ്, കാനഡയിലെ ഏതാണ്ട് 4 കോടിയോളം ജനങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഈ പൈസ വില വർധനമൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഈ മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ, ഈ വിപണിയെ പിടിച്ചു നിർത്താൻ ഇവിടുത്തെ ഫെഡറൽ നിയമങ്ങൾ കൊണ്ടും ഫെഡറൽ സർക്കാരിനും പറ്റും. കാരണം ആ കൊറോണ വന്ന സമയത്ത് പോലും അത് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ സാമ്പത്തിക വർധനവ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഒരു വില വർധനവ്, മിഡിൽ ക്ലാസിന്റെ നടുവൊടിക്കുന്ന ആ വില വർധനവിനെ പിടിച്ചു നിർത്താൻ 41 കോടി ജനങ്ങളുള്ള, 41 കോടിയല്ലേ ജനങ്ങൾ അവിടുത്തെ യൂസിലെ, 41 അല്ലേ? 41 അത്രയും ജനങ്ങളെ കേറ്റർ ചെയ്യാൻ സർക്കാരിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന മറ്റ് പല രാജ്യങ്ങൾക്കും ഇത്രയും പോപ്പുലേഷൻ ഇല്ല. ചൈനയെ നമ്മൾ നോക്കണ്ട, ഇന്ത്യയെ നമ്മൾ നോക്കണ്ട. ഇല്ല, നമ്മളിത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആസാദ് പറഞ്ഞ പോയിന്റ്, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു പരിധി കൂടുതൽ അടുത്ത ഒരു അലയൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നാമത്തെ പോയിന്റ്. 2, മറ്റൊരു ഡോളറിനെതിരായിട്ട് ഒരു വരുന്നതിനെയാണല്ലോ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ വിരട്ടി നിർത്തിയേക്കുന്നത്. ഈ വിരട്ടി നിർത്തുക എന്ന് പറയുമ്പം അതിനാണ് ഈ യുദ്ധങ്ങളെല്ലാം, ഞങ്ങൾ ഈ പോളിസികളെല്ലാം തീരുമാനിക്കുന്നത്. നിങ്ങളെ ഭയപ്പെടുത്തി, പൊതുവെ മറ്റുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തി നിർത്തുക. കാരണം അലയൻസ് വരാതിരിക്കാനുള്ള സകല പണിയും പയറ്റാനുള്ള പൂർവാധികം അതിന്റെ പ്ലാനിങ് ഒക്കെ കൂടി തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം. കാരണം ഇന്ത്യനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോരുന്ന അമേരിക്കയുടെ ഈ ഒരു പോളിസി നമ്മൾ കാണാതെ ഈ 2 മാസം ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം $45 ബില്യൺ F-16 പുനരുദ്ധീകരിക്കാനുള്ള ഒരു കോൺട്രാക്റ്റാണ് പാകിസ്ഥാൻ കൊണ്ടുപോയി കൊടുത്തത്. ആലോചിച്ച് നോക്കണം, ഈ പണി എതിരെയാ വരുന്നതെന്നുള്ള കാര്യത്തില് ഇപ്പൊ ഈ ഡിസ്കഷൻ ഒക്കെ, ഇത് ഈ ചർച്ചകൾ ഒരു സൈഡിൽ കൂടെ നടത്തുന്നു. ഒരു ഇറാനുമായിട്ട് നമുക്ക് നേരെ സംസാരിക്കാം, ഹമാസിനോട് ഡയറക്റ്റ് സംസാരിക്കുന്നു. അപ്പൊ ഈ പോളിസികൾ, ഈ നമ്മൾ പറയുന്നതിന് കൃത്യമായിട്ടുള്ള അജണ്ടകൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അമേരിക്ക ഈ താരിഫ്. കാരണം അമേരിക്കയുമായിട്ട് വ്യാപാരം നടത്തുന്ന 165 രാജ്യങ്ങളിലേക്കും 10% അത് ബേസ് ലൈൻ താരിഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യക്കൊക്കെ 24%, മറ്റവർക്ക് 10% ഉള്ളൂ. എല്ലാവർക്കും ഞാനിപ്പോ നമ്മുടെ എന്റെ ഒരു സുഹൃത്ത് ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ഒരു BJP ഹാൻഡിലിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ ചോദിച്ചു വാട്ട് ഈസ് ഇന്ത്യ സ്റ്റാൻഡ്? പുള്ളി ഡൽഹി ബേസ്ഡ്, പുള്ളിനോട് പറഞ്ഞു ഇഫ് യു കാൻഡ് അവോയ്ഡ് ഇറ്റ് ബെറ്റർ എൻജോയ് ഇറ്റ്. ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങ് ആസ്വദിക്കെന്ന് പറഞ്ഞു. ഐ തിങ്ക് വി വിൽ ടേക്ക് ഇറ്റ് ഇൻ സ്ട്രൈഡ്. എന്നിട്ട് പുള്ളി പറഞ്ഞേക്കാണ് there is arbitrage opportunity also. അടുത്ത പുള്ളിയുടെ സമാധാനം എന്ന് പറയുന്നത് ചൈന വിയറ്റ്നാം ടാരിഫ് ഈസ് മച്ച് ഹയർ, would have some spillover benefit for us. അവരുടെ പ്രതീക്ഷയാണ്. ഈ ഒരു താരിഫും ഈ ഒരു ഇതും തമ്മിൽ ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. കാരണം ട്രംപിന്റെ സെക്കൻഡ് വരവിന് ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഇന്ത്യയുമായിട്ടുണ്ടാകുമെന്ന് ഒരിക്കലും ഇന്ത്യയെ അല്ലെ ഭരിക്കുന്ന കക്ഷിയും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ചയില് മാരത്തോൺ ചർച്ചയാണ് നടന്നത്. ഇവിടുന്ന് 5 പേര് അവിടെ പോയി ഡൽഹിയിൽ മാരത്തോൺ ചർച്ചയാണ് നടന്നത്. എന്നിട്ട് പോലും ഈ താരിഫ് ഏർപ്പെടുത്തുന്നതിൽ നിന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മാറിയില്ലെന്നുള്ളതാണ്. ചർച്ച അവിടെ നടക്കട്ടെ, പക്ഷെ താരിഫ് നമ്മൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഏർപ്പെടുത്തുക, നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾ തിരിച്ചു ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അതിന്റെ പിന്നിലുള്ള ഒരിത്. ഇതിൽ എനിക്കൊരു ചോദ്യം നിങ്ങളുടെ 3 പേരോടും കൂടി ചോദിക്കാനുള്ളതാണ്. ഞാനൊരു സാധാരണ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മയായിട്ട് കരുതിയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു മണ്ടത്തരമായിരിക്കാം, ഇത്രയും നമ്മള് താരിഫുകളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ടല്ലോ. സാധാരണ ആൾക്കാർ നാട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇനി എങ്ങനെ സാധനങ്ങൾ വലിയ ലഗേജില് ഇഷ്ടംമാതിരി സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് എഫക്ട് ചെയ്യുമോ? ഇവിടെ ഈ നമ്മളുടെ ഇവിടെ ഇവര് പിടിച്ചിട്ട് അതിന് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് അതിന് ഇത് എഫക്ട് ചെയ്യുമോ? അതോ നമുക്ക് കൊണ്ടുവരാം? അല്ല, അത് ഷാജൻ പറഞ്ഞ രീതിയിൽ അത്ര സില്ലി ആയിട്ട് എടുക്കണ്ട. ഷാജൻ പറഞ്ഞു സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഇത് ഇപ്പൊ ന്യൂയോർക്കിൽ അറിയാലോ, ന്യൂയോർക്കില് JFKയിൽ വന്നിറങ്ങുന്ന ആൾക്കാര്, ഇപ്പം പറയാ ഗ്രീൻ കാർഡ് ഉള്ള ആൾക്കാരുടെ
ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഫോൺ ഓപ്പൺ അതെ. ചെയ്ത് സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മുടെ തന്നെ ആൾക്കാര്. മീഡിയ കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാർ എന്നോട് പറഞ്ഞു അവർക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ. ടെമ്പററി ഡീറ്റെയിൽ, ഗ്രീൻ കാർഡ് ഉള്ള ആൾക്കാർ ടെമ്പററി ഡീറ്റെയിൽ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ അകത്തുള്ള കണ്ടന്റ് ചെക്ക് ചെയ്യാൻ നമ്മൾ പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ടെമ്പററി ആയിട്ട് ഡീറ്റെയിൻ ചെയ്യുവാണ്. ഇതൊരു ആ ഒരു രീതിയിലേക്ക് ഈ സിസ്റ്റം മൊത്തത്തിൽ കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ട്. അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യം പിന്നെ പറയാം. തൽക്കാലം മസാലപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒന്നും കൊണ്ടുവരാൻ ആലോചിക്കണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട. ഇനി സിറ്റിസൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനുവേണ്ടിയുള്ള ഒരു ഞാനൊന്നും കൊണ്ടുവരാറില്ല. അതിനുള്ള മറുപടിയായിട്ട് ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. അതായത് ഞാനിവിടെ കാനഡയിലേക്ക് വന്നപ്പോ ഇതുപോലെ തന്നെ കുറെ സാധനങ്ങൾ നമുക്കിവിടെ കടയൊക്കെ തുറക്കുന്നതിന് മുമ്പ് കുറെ സാധനങ്ങൾ 2 പെട്ടി നിറച്ച്, കൂടാതെ അഡീഷണൽ പെട്ടിക്കകത്തും കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു. ഇപ്പൊ 2-3 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ നാട്ടിൽ പോകുമല്ലോ, അപ്പൊ കൊണ്ടുവന്നു. അപ്പം ഇവരെന്നോട് ചോദിച്ചു, പിടിച്ചു 3 പെട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെ പിടിച്ചു നിർത്തി, ഇവിടുത്തെ കാനഡിയൻ ബോർഡേഴ്സ്. എന്നോട് ചോദിച്ചു ഈ പെട്ടിക്കകത്ത് എന്താ? ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ അടിച്ചു കാണിക്കാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് വേണ്ട മറ്റേ ചിപ്സും മസാല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പൊ ഈ പെട്ടി ഇവര് ഇതെല്ലാം തുറന്നു നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇതിന് ചെറിയൊരു ഡ്യൂട്ടി ഇടുകയാണ് എന്ന് പറഞ്ഞ് എനിക്കൊരു കുറച്ച് സാധനം, ഇതിൽ എത്ര രൂപയുടെ സാധനം കാണുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുറച്ച് പൈസ പറഞ്ഞു. അപ്പൊ ആ പൈസക്കുള്ള ഡ്യൂട്ടി അവരോട് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പെട്ടി നാട്ടിൽ നിന്നല്ലേ പഠിച്ചു? ഞാൻ പറഞ്ഞു അതെ. ചോദിച്ചു ഇത് കാനഡയിലെ എക്കണോമിക്ക് കിട്ടേണ്ട പൈസയാണ്, അതിന്റെ ടാക്സ് കാനഡയിലേക്ക് വരേണ്ടതാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമേരിക്കയിലും ബാധകമാകും എന്നുള്ള കാര്യം അല്ല, അത് ഇല്ലായിരുന്നു. ഇപ്പൊ ബാധ. കാരണം ഇതിപ്പോ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇപ്പൊ നായകരയിൽ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ കാനഡ സൈഡിൽ ഭയങ്കര ചെക്കിംഗ് ആണ്. നമുക്ക് ഡ്യൂട്ടി ഫ്രീന്ന് പോലും മേടിക്കാൻ അവർ സമ്മതിക്കുകയില്ല. കാരണം കാനഡയ്ക്ക് കിട്ടേണ്ട ഇൻകം അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അമേരിക്ക കുറച്ചുകൂടെ വലിയ രാജ്യമായതുകൊണ്ട് തൽക്കാലം കറി മസാലയ്ക്കും ഇതിനൊന്നും ഇടാനായിട്ട് നോക്കുന്നില്ല. നമ്മൾക്ക് ഇപ്പോഴും നമ്മളെ വരുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. 4 മില്യൺ ഇന്ത്യക്കാരുണ്ട് ഇവിടെ. എന്തൊക്കെ സാധനം അവിടുന്ന് തക്കാളി വരെ പൊഞ്ഞു കെട്ടി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും? മീറ്റ് പ്രോഡക്ട്സ്, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രൈ ചെയ്ത ഐറ്റങ്ങള്, ഒരു സാധനം കൊണ്ടുവരാൻ പറ്റും. സ്പൈസസ് കാറ്റഗറി വരുന്ന എല്ലാ സാധനവും കൊണ്ടുവരാൻ നമ്മൾ അവിടെ സ്പൈസസ് അങ്ങ് ഡിക്ലെയർ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. വേറെ കാര്യമൊന്നും അങ്ങനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് അതിന്റെ അകത്ത് ആ ഒരു ഇതില്ല. അവര് ചോദിക്കും എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നല്ല സ്പൈസസ് ഇവിടെ കിട്ടുമ്പോ നമ്മൾ ഇതെന്നാ ചോദ്യം എന്നാ, ആ ഒരു ചോദ്യത്തിന് നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പെട്ടി തുടങ്ങിയിട്ട് നമ്മളവിടെ ആൾക്കാർ പുറത്ത് നോക്കിയിരിക്കുക, 2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇത് പെട്ടി കഴിച്ചിട്ട് തിരിച്ചിറങ്ങി കെട്ടി വരണ്ടേ? അതാണ് ഇതിന്റെ അകത്ത് വിഷയം. നമ്മളിപ്പോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് 1500 രൂപയുടെ സാധനം, $20 സാധനമായിരിക്കും കൊണ്ടുവരുന്നത്. നമുക്ക് നഷ്ടം വരുന്നത് ചിലപ്പോ $250. അത് പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. അതിനേക്കാൾ ഇവിടുന്ന് മേടിക്കുന്നത് നല്ലത്, ഒന്നും കൊണ്ടുവരാതെ കൈയും വീശി വരുന്നത് നല്ലത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചർച്ച വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയായിരുന്നു. നമുക്ക് കമ്മ്യൂണിറ്റി ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇന്നത്തെ ചർച്ച നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് US നിന്ന് കാര്യമായിട്ട് കമ്മ്യൂണിറ്റി ന്യൂസുകളൊന്നും വന്നിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട അമേരിക്കയിലെ ഏറ്റവും പഴയ സംഘടനയായ ഫൊക്കാനയിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞ കോൺഫറൻസിന് നടന്ന ഇലക്ഷനിൽ നല്ല വൻ ഭൂരിപക്ഷത്തോടെ സജിമോൻ ആന്റണിയുടെ ഒരു ടീം വിജയിച്ചിരുന്നു. വളരെ നല്ല 3 പാനലുമായിട്ട് നിന്ന് മത്സരിച്ച ഒരു ഇലക്ഷൻ ആയിരുന്നു. അവരിപ്പോ ഇന്ന് ഒരു ന്യൂസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ലോഗോയൊക്കെ മാറ്റി പുതിയ ലോഗോ അവർ അനൗൺസ് ചെയ്തു. അപ്പൊ ഈ ഫൊക്കാന ഇത്രയും വർഷമായിട്ടുള്ള ഒരു സംഘടന ആയതുകൊണ്ട് അതിലൊരു ചെറിയ സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ സംഘടനയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന അതിന്റെ ഒരു വലിയ നേതൃത്വം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി തൊട്ട് പല ബോർഡ് മെമ്പേഴ്സും ഒക്കെ ആയിട്ട് അവര് അതിന് ഒറിജിനൽ അവരുടെ ലോഗോയൊക്കെ ഉപയോഗിച്ച് അവർ ആ സംഘടന ആ രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തൊരു ചെറിയ സ്പ്ലിറ്റ് ഉണ്ട്. പുതിയ സംഘടന, പുതിയ ലോഗോയൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മലയാളികളുടെ വളരും തോറും വളരുകയും ചെയ്യുന്ന രീതിയിൽ ഈ സംഘടനകളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതാണ് ഇന്നിപ്പോ അമേരിക്ക എന്നൊരു കമ്മ്യൂണിറ്റി പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. കാനഡയിൽ നിന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റി ന്യൂസ് അല്ല, പക്ഷേ കാനഡ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 28-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പായിട്ട് ഈ മുൻകൂർ വോട്ടിംഗ് ഏപ്രിൽ 18, 19, 20, 21 തീയതികളിൽ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്, ഇലക്ഷൻസ് കാനഡ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പായിട്ട് ഈ മാസാവസാനം നടക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ഉള്ള വോട്ടർ ഇൻഫോർമേഷൻ കാർഡുകൾ ഉടൻ തന്നെ ലഭ്യമാക്കും എന്നുള്ള കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കിട്ടാത്തവർ എത്രയും വേഗം അവരുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള കാര്യവും ഇലക്ഷൻസ് കാനഡ അറിയിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ള രീതിയിൽ കാനഡയിൽ നിന്ന് പറയാനുള്ളത്.
നമുക്ക് അടുത്തൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.